നമ്മൾ ഹരി ഗോവിന്ദിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ഹരി, നമ്മൾ ഈ ടൂർണമെൻറ്റിലുടനീളം കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് ടിം സെഫേർട്ടിനൊപ്പം ഫിൻ അലനെയും കൂടുതലായി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ബാറ്റിങ്ങിൻ്റെ ഒരു രീതിയായിരുന്നു നമ്മൾ ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം കണ്ടിരുന്നത്. പക്ഷെ അത് തന്നെ ഈ ഘട്ടത്തിൽ വിനയായി പോയി എന്ന് പറയേണ്ടി വരും. കാരണം ഫിൻ അലൻ പോയതിനു ശേഷം, ആദ്യഘട്ടത്തിൽ തന്നെ ഫിൻ അലൻ പുറത്തായതിനു ശേഷം ടിം സെഫേർട്ട് അവിടെ ഉറച്ചു നിന്ന് കളിക്കാനൊരു ശ്രമം നടന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് വേണ്ട രീതിയിലൊരു പിന്തുണ ലഭിച്ചില്ല, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് അദ്ദേഹത്തിന് മറുവശത്ത് നിന്ന് റൺസ് വീണില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന് ബാറ്റിങ്ങിലൊന്ന് സെറ്റ് ആവാനുള്ളൊരു സമയം നൽകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ടീം കുറച്ചുകൂടി അടിച്ച് കളിച്ചേനെ. ഇപ്പം 52 റൺസാണ് ടിം സെഫേർട്ട് നേടിയിരിക്കുന്നത്. മറ്റു ഒരാൾക്ക് പോലും കാര്യമായൊരു പ്രകടനം. പിന്നീടൊന്ന് എടുത്തു പറയേണ്ടത് സാറ്റ്നർ, ക്യാപ്റ്റൻ്റെ ഒരു പ്രകടനമാണ്. 43 റൺസ് അദ്ദേഹം നേടി. മറ്റൊരാൾക്കും ഒരു 20 റൺസ് പോലും തികയ്ക്കാൻ സാധിച്ചില്ല. അത് തന്നെ വലിയ പരാജയമായി പോയി. എവിടെയായിരിക്കും ന്യൂസിലാൻഡ് പാളിപ്പോയത് ഹരി? അനീഷ, തീർച്ചയായും ന്യൂസിലൻഡ് പാളിയത് പവർ പ്ലേയിൽ തന്നെയാണ്. പവർ പ്ലേയിൽ നമുക്കറിയാം ഇത്രയും വലിയൊരു സ്കോർ ചേസ് ചെയ്യുമ്പോൾ പവർ പ്ലേയിൽ അവർക്ക് വലിയൊരു ടോട്ടൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പവർ പ്ലേയിൽ അവർ ആഞ്ഞടിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവർ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ പോയില്ല എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും നിർണായകമായ ഫിന്നലൻ്റെ വിക്കറ്റ് നഷ്ടമാവുന്നു. അവിടെ തന്നെ അവർ സമ്മർദ്ദത്തിലായി എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ അത്രയും ടോപ്പ് ഫോമിൽ കളിച്ചുകൊണ്ടിരുന്ന താരമാണ് ഫിന്നലൻ. പക്ഷേ ആ താരം ഫൈനലിലേക്ക് എത്തി വളരെ അനായാസം ഇന്ത്യ വിക്കറ്റ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ന്യൂസിലൻഡ് സമ്മർദ്ദത്തിലാവും. കാരണം ആ ഒരു താരത്തിൻ്റെ പ്രകടനത്തെ ഡിപ്പെൻഡ് ചെയ്താണ് ഇന്ന് ന്യൂസിലൻഡിൻ്റെ ഒരു ജയം പോലും ഇന്നിരുന്നത്. പക്ഷേ ടിം സെഫേർട്ട് നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം ഗംഭീര പ്രകടനം പുറത്തെടുത്തു. ഈ മത്സരത്തിലും അദ്ദേഹത്തിൻ്റെ ഫോമിൽ തന്നെ ബാറ്റ് ചെയ്യുന്നു. പക്ഷേ എതിർവശത്തെ താരങ്ങൾ ഔട്ടായി പോകുമ്പോൾ, അല്ലെങ്കിൽ എതിർവശത്തെ താരങ്ങൾ ഉത്തരവാദിത്തമില്ലാതെ ബാറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും ഫോമിൽ കളിക്കുന്ന ഏത് താരത്തിൻ്റെ മുകളിലും ഉത്തരവാദിത്തം കൂടുതൽ വരും. അദ്ദേഹം സമ്മർദ്ദത്തിലാവും, റൺസ് കൂടുതൽ കണ്ടെത്താൻ ശ്രമിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വിക്കറ്റ് നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവും. ഇന്ന് നേരത്തെ ഹരിനാരായണനൊക്കെ സൂചിപ്പിച്ച പോലെ ഇന്ന് ഇന്ത്യക്ക് നിർണായകമായത് സൂര്യകുമാർ യാദവിൻ്റെ ഒരു ബ്രില്യൻ മൂവാണ്. സാധാരണ വരുൺ ചക്രവർത്തിയാണ് പവർ പ്ലേയിൽ സൂര്യകുമാർ യാദവ് പരീക്ഷിക്കാറുള്ളത്. പക്ഷേ ഈ ടൂർണമെൻറ്റ് ഉടനീളം അത് പാളിപ്പോകുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. ഇന്ന് സൂര്യകുമാർ യാദവ് അക്ഷർ പട്ടേലിനെ പവർ പ്ലേയിൽ പന്ത് ഏൽപ്പിക്കുന്നു. അത് തന്നെയാണ് ഇന്ത്യക്ക് അനുകൂലമായി കളി തിരിച്ചത്. അദ്ദേഹം വന്ന ഉടനെ തന്നെ നിർണായകമായ വിക്കറ്റുകൾ നേടുന്നു. 3 വിക്കറ്റുകളാണ് നേടിയത്. ഒരു പക്ഷേ ജസ്പ്രീത് ബുംറയെ പോലെ തന്നെ അക്ഷർ പട്ടേലും ഇന്നത്തെ ആ ഒരു മത്സരത്തിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. നിർണായകമായ വിക്കറ്റുകൾ നേടുന്നു. പക്ഷേ ഈ ടൂർണമെൻറ്റിലേക്ക് വരുമ്പോൾ നമുക്കറിയാം കിവീസിനെ അത്ര ഒരു ഭയപ്പെടുത്തുന്ന ഒരു കിവീസിനെ നമ്മൾ ഈ ടൂർണമെൻറ്റിൽ കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ആദ്യഘട്ടത്തിലൊക്കെ ദുർബലരായ എതിരാളികളാണ് സാധാരണ എല്ലാ ടീമുകൾക്കും ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ആ മത്സരത്തിലൊക്കെ കിവീസ് ആധികാരികമായി ജയിക്കുന്ന നമ്മൾ കണ്ടു. പക്ഷേ സൂപ്പർ 8 ഒരു ഭാഗ്യത്തിൻ്റെ കൂടി പിന്തുണയോടുകൂടിയാണ് കിവീസ് എത്തിയത്. ഒരു മത്സരം മാത്രമാണ് ജയിച്ചത്, ഒരു മത്സരം തോറ്റു, ഒരു മത്സരം റിസൾട്ട് ഇല്ലാതെ പോയി. അവസാനം പാകിസ്ഥാൻ്റെയും ശ്രീലങ്കയുടെയും ഒരു മത്സരഫലത്തെയൊക്കെ ആശ്രയിച്ചാണ് ന്യൂസിലൻഡ് സെമിയിലേക്ക് എത്തുന്നത്. പക്ഷേ സെമിയിൽ ദക്ഷിണാഫ്രിക്കയെ അനായാസം കീഴടക്കി എന്നുള്ളതല്ലാതെ വേറൊരു മത്സരങ്ങളിലും കിവീസിൻ്റെ ആ ഒരു വലിയ ഒരു ഏറ്റവും നല്ല മത്സരമൊന്നും കിവീസിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. പക്ഷേ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള മത്സരം കണ്ടപ്പോൾ നമ്മൾ പേടിച്ചു. പിന്നീട് അഹമ്മദാബാദിലേക്കുള്ള ആ വരവ് കൂടിയാവുമ്പോൾ നമ്മൾ തീർച്ചയായും നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. പക്ഷേ ഫൈനലിൻ്റെ ഒരു ആവേശം ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള സത്യമാണ്. കളിയുടെ തുടക്കം മുതൽ തന്നെ ഇന്ത്യ പൂർണ്ണ ആധിപത്യം ന്യൂസിലൻഡിന് മേൽ ഉണ്ടാക്കി എന്നുള്ളതാണ്. ഫോമിലില്ലാത്ത അഭിഷേക് ശർമ്മ കൂടി ഫോമിലേക്ക് എത്തിയതോടുകൂടി ന്യൂസിലൻഡിൻ്റെ കാര്യങ്ങൾ കൂടുതൽ കടുപ്പമായി എന്നുള്ളതാണ്. സഞ്ജു സാംസൺ മികച്ച ഫോമിൽ ബാറ്റ് ചെയ്യുന്നു. അഭിഷേക് ശർമ്മ കൂടി ഫൈനലിൽ എത്തുമ്പോൾ താളം കണ്ടെത്തുന്നു. അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ തന്നെ അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാൻ കഴിയുന്നു. കഴിഞ്ഞ ഒരു മത്സരത്തിൽ ഈ ടൂർണമെൻറ്റിൽ അദ്ദേഹം അർദ്ധ സെഞ്ചുറി നേടിയിട്ടുണ്ടെങ്കിൽ പോലും അത് ഒരു സ്ലോ ഇന്നിങ്സ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ സ്ലോ ഇന്നിങ്സുകൾ ഒന്നായിരുന്നു. പക്ഷേ ഫൈനലിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം വീണ്ടും ആ ഒരു താളത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് ന്യൂസിലൻഡിന് വലിയ തിരിച്ചടിയായി. പക്ഷേ അഭിഷേക് ശർമ്മയെ സെറ്റിലാവാൻ അവിടെ അനുവദിച്ചതാണ് ന്യൂസിലൻഡിന് പാളിയിട്ടുള്ളത്. ആദ്യ ഇന്നിങ്സിൽ ഒരുപക്ഷേ അഭിഷേക് കൂടി ഇത്ര അടിച്ചു തുടങ്ങിയത് കൊണ്ട് തന്നെ സഞ്ജുവിന് അല്പം സമ്മർദ്ദം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വലിയ സ്കോറിലേക്ക് എത്താൻ ഇന്ത്യക്ക് സഹായകമായി. അപ്പോൾ ആ ഒരു വലിയ ടോട്ടൽ ഇന്ത്യ സെറ്റ് ചെയ്തപ്പോൾ തന്നെ ന്യൂസിലൻഡിൻ്റെ കയ്യിൽ നിന്ന് കിരീടം അകലേക്ക് പോയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനീഷ.